An investor has the choice between രണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ടുകളുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എക്സെ ഓഫർ ചെയ്യുന്നത് 4% ആണ് പെർ ഇയർ. കോമ്പൗണ്ട് ചെയ്യുന്നത് സെമി ആനുവലി ആണ്. എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്ക്. അങ്ങനെയെങ്കിൽ നമ്മളോട് രണ്ടിന്റെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചത്. മക്കൾക്ക് എല്ലാവർക്കും എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാണുന്ന ഇക്വേഷൻ അറിയാം. 1 + I/n ഹോൾ റേസ് ടു n - 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ I/n ആദ്യം കാണാം. എത്രയാണ് I ഇൻട്രസ്റ്റ് റേറ്റ് പെർ ഇയറിലേക്ക്? എത്രയാണ്? 4% ആണ് അല്ലെ. 4% നമ്മൾ എടുക്കുമ്പോൾ 0.04 ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്മുടെ n? എത്രയാണ്? 2. കാരണം സെമി ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അപ്പൊ എത്ര വരെ n? ഒരു വർഷം 2 n ഉണ്ടാവും അല്ലെ. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? I/n കിട്ടും. എത്ര? 0.02. അപ്പൊ അത് 1ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.02 കിട്ടും. ഹോൾ റേസ് ടു n എത്രയാ വരിക? 2 - 1. ഇത് ചെയ്യുമ്പോൾ എത്ര മക്കളെ ആൻസർ വരുന്നത്? 4.04% കിട്ടും. അപ്പൊ ഈ രണ്ടിൽ ഏതിലോ ഒന്നാണ് ഓപ്ഷൻ സി ഓർ ഡി. നമുക്ക് അടുത്തതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടു നോക്കാം. അടുത്തത് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് വൈ ഓഫർ ചെയ്യുന്നത് 1 ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. എത്ര വർഷത്തേക്ക്? 4 ഇയേഴ്സ് ലൈഫിലേക്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 1.2 എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ നോക്കിക്കേ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് സാറ് 100 എടുക്കുകയാണ്. പ്ലസ് അതിന്റെ കൂടെ 6 ഇൻട്രസ്റ്റ് റേറ്റും കൂടെ കിട്ടി. എത്ര വർഷത്തേക്ക്? 4 വർഷത്തേക്ക്. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആണ് 1.2 എന്ന് പറയുന്നത്. ശരിയാണോ? 100% എന്ത്? പ്രിൻസിപ്പൽ എമൗണ്ടും 20% ഇൻട്രസ്റ്റും. അതല്ലേ 1.2? അങ്ങനെയെങ്കിൽ മക്കളെ ഇവിടുന്ന് ഇൻട്രസ്റ്റ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കാണണം. അങ്ങോട്ട് കൊണ്ടുപോയി 1 + R = ഹോൾ റേസ് ടു 4 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും മക്കളെ? 1.2 ഹോൾ റേസ് ടു 1/4 ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ എന്തെന്ന് എഴുതാം? 1.2 ഹോൾ റേസ് ടു 0.25 എന്ന് എഴുതിയാലും സെയിം ആണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് 1 + R കിട്ടും. അതിൽ നിന്ന് 6 കിട്ടാൻ എന്ത് ചെയ്യും നിങ്ങൾ? ഈ കിട്ടുന്ന 1.2 ഹോൾ റേസ് ടു 1/4 നിന്ന് 1 മൈനസ് ചെയ്യും. അപ്പൊ എത്ര ആൻസർ വരുന്നത് നോക്കിക്കേ? 6 4.66% ആണോ? യെസ്. അപ്പൊ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. A project has an initial outflow 12,000 ഉണ്ട്. 6 ഈക്വൽ ക്യാഷ് ഇൻഫ്ലോ. 6 വർഷം നമുക്ക് എന്താണ്? ഈക്വലി ആണ് ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നത്. കമ്പൻസ് ചെയ്യുന്നത് 1 ഇയേഴ്സ് ടൈമിലാണ്. ദ പേ ബാക്ക് പീരീഡ് എക്സാക്ട്ലി എത്ര വർഷമാണ്? 4 ഇയേഴ്സ് ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാ മക്കളെ ഒരു വർഷം വരുന്നത്? എത്രയാ ഒരു വർഷം വരുന്നത്? 12% പെർ ഇയർ ആണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രൊജക്ടിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ കാണാനാണ്. മക്കളെ 12,000 ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. എത്ര വർഷം കൊണ്ടാണ് റിക്കവേർഡ് ആവുന്നത്? എത്ര വർഷം കൊണ്ടാ? 4. അപ്പൊ ഒരു വർഷം എത്രയാണ് ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നത്? 3,000 ആണ് കിട്ടുന്നത് അല്ലെ. ഈ 3,000 നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറിലോട്ട് മാറ്റണ്ടേ? ഏത് ഇയറിലത്തെ ഫാക്ടർ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്? 12% എത്ര ഇയേഴ്സിന്റെ ആന്വിറ്റി ഫാക്ടർ വേണം? 6 ഇയേഴ്സിന്റെ ആന്വിറ്റി ഫാക്ടർ. അപ്പൊ മക്കളെ എത്രയാണ്? നിങ്ങൾ നോക്കിക്കേ, 12% 6 ഇയർ ആന്വിറ്റി ഫാക്ടർ എത്രയാ? 4.1111 ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ എത്രയാ വരുന്നത്? ഇൻഫ്ലോ മാത്രം 3,000 × 4.11 ചെയ്തേ. 1 2 3 3 3. അപ്പൊ നമുക്ക് ഇൻഫ്ലോസ് മൊത്തം കിട്ടി. ഇൻഫ്ലോസിന്റെ മൊത്തം പ്രസന്റ് വാല്യൂ കിട്ടി. എങ്ങനെയാ NPV കാണാം? മൊത്തം ഇൻഫ്ലോസിൽ നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ചെയ്യും. അപ്പൊ സാർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ചെയ്യാൻ പോവാണ്. എത്രയാണ്? 12,000. അപ്പൊ NPV കിട്ടും എത്രയാണ്? 333. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നിങ്ങൾ എപ്പോഴും മറന്നുപോവാ, നിങ്ങൾ ഇവിടെ 3,000 4 വർഷം കൊണ്ട് റിക്കവേർഡ് ആവുന്നുണ്ടല്ലോ, അതുകൊണ്ട് 4 വർഷത്തെ ആന്വിറ്റി ഫാക്ടർ എടുത്തു പോകും. അങ്ങനെ എടുക്കാൻ പറ്റുമോ? നമ്മൾ ഒരു പ്രൊജക്ടിന്റെ NPV നോക്കുക, അതിന്റെ ഹോൾ ലൈഫ് കൺസിഡർ ചെയ്തിട്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? എത്ര വർഷത്തെ എടുക്കണം? 6 ഇയേഴ്സിന്റെ ആന്വിറ്റി ഫാക്ടർ വേണം എടുക്കാനായിട്ട്. ഓക്കെ ആണോ? അടുത്ത മക്കളെ നോക്കിക്കേ, ദ ഫോളോയിങ് ടേക്കൺ ഓഗസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. A machine has a carrying value 60,000 ഉണ്ട്. carrying value. It is used to manufacture a new product. യൂസ് ചെയ്യാനായിട്ട് ഈ മെഷീൻ യൂസ് ചെയ്യാം. വേറെ ആൾട്ടർനേറ്റീവ് യൂസ് ഒന്നും ഈ മെഷീന് ഇല്ല.
ഡിപ്രീസിയേഷൻ ഓഫ് ദ മെഷീൻ വിൽ കണ്ടിന്യൂ. എത്രയാണ്? 50,000 ആണ് പെർ ആനം. ഇൻക്രിമെന്റൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഇൻഫ്ലോസ് എത്രയാണ്? 40,000 ആണ് എക്സ്പെക്ടഡ് ഫ്രം ദ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദ ഫസ്റ്റ് ഇയർ. അതായത് നമ്മൾ ഈ മെഷീനെ വേറെ ഇതിലേക്ക് യൂസ് ചെയ്താൽ എത്ര ഇൻഫ്ലോ കിട്ടും? നമുക്ക് 40,000 ഇൻഫ്ലോ കിട്ടും. ഈ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻഫ്ലോ ആണ് ന്യൂ പ്രൊഡക്റ്റ് എന്ന്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ് മക്കളെ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? 10% ആണ്. അങ്ങനെയെങ്കിൽ all cash flows assumed to occur at the end of the year ലാണ് assume ചെയ്യുന്നത്. What is the discounted cash flow in the first year for the new product? ഒന്നാമത്തെ വർഷം ഈ പ്രൊഡക്റ്റിന്റെ ക്യാഷ് ഫ്ലോ എത്രയാണ്? നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. അറ്റ് ദ എൻഡ് ഓഫ് ഇയറിലാണ് ഓരോ ക്യാഷ് ഫ്ലോ വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ 40,000 T0 T1 T1 എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? T1. സ്റ്റാർട്ട് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ T0 ആയാലും. അപ്പൊ മക്കളെ എന്ത് ചെയ്താൽ മതി? 40,000 ആദ്യത്തെ വർഷം കിട്ടുമെന്നാ പറഞ്ഞത്. അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാ? 10%. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ വർഷത്തെ 10% ഇത് നോക്കിക്കേ. പ്രസന്റ് വാല്യൂ 0.909. അപ്പൊ നമുക്ക് അത് ചെയ്താൽ എന്ത് കിട്ടും? പ്രസന്റ് വാല്യൂ കിട്ടൂലേ? പ്രസന്റ് വാല്യൂ കിട്ടും മക്കളെ. $40,000 into 10% ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിന്റെ ഫസ്റ്റ് ഇയറിലത്തെ പ്രസന്റ് വാല്യൂ കാണട്ടെ. അങ്ങനെയെങ്കിൽ 10% ഒന്നാമത്തെ വർഷത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ എത്രയാണ്? 10%. 0.909. 0.909. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്മളെ ആൻസർ വരുന്നത്? 36,400. എത്ര വരുന്നത്? സോറി 36,360. എക്സാമിനർ പറഞ്ഞിട്ടുണ്ട് നിയറസ്റ്റ് 100ലേക്ക് മാറ്റാൻ. 36,360 നിയറസ്റ്റ് ആയിട്ടുള്ള 100 വാല്യൂ ഏതാ? 36,400. അടിപൊളിയല്ലേ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? യെസ്. So the next question, an investor plan to invest. An investor plan to invest 5,000 over the next 5 years. Okay. The first amount എത്ര പേ ചെയ്യും? 1,000. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. Will be invested today followed by 4 further amount 1,000 എപ്പോ കൊടുക്കും? Each year ഇന്റർവെൽസിൽ കൊടുക്കും. The investment will earn എത്രയാണ് മക്കളെ പെർസെന്റേജ് ഏൺ ചെയ്യാം? 8% per year. അങ്ങനെയെങ്കിൽ what will the investment be worth at the end of 50 years? നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, ചെയ്തേ പറ്റുള്ളൂ. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മക്കളെ, ഇന്റർവെല്ലിലാണ് എന്ത് ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ കിട്ടുന്നത്. എപ്പോഴാ വരുന്നത്? 1 year ഇന്റർവെൽസ്. ആദ്യത്തെ ക്യാഷ് ഫ്ലോ എപ്പോ തന്നെ കിട്ടുന്നുണ്ട്? സോറി, ആദ്യത്തെ പേയ്മെന്റ് എപ്പോ തന്നെ പേ ചെയ്യുന്നുണ്ട് നമ്മള്? ടുഡേ മീൻസ് 0th ഇയറിൽ. ബാക്കിയുള്ളത് നമ്മൾ എപ്പോഴാ പേ ചെയ്യുന്നത്? ഒരു വർഷം ഇന്റർവെൽ ബേസ് കഴിഞ്ഞിട്ടാണ്. എത്രയാണ് മക്കളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റല്? എത്രയാ കോസ്റ്റ് ഓഫ് ക്യാപിറ്റല്? 6%, 8%. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടേ. ഇന്റർവെല്ലായി ചേരുന്ന കേസസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇയർ 1 മക്കളെ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യാം? അതിന്റെ പ്രസന്റ് വാല്യൂ, അതിന്റെ എന്താ ചോദിച്ചത്? 50 ഇയറിലുള്ള കോമ്പൗണ്ടിങ് ആണോ ഡിസ്കൗണ്ടിങ് ആണോ? കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ? 1 + r ഹോൾ റേസ് ടു, കോമ്പൗണ്ടിഫിക്കേഷൻ എന്താ പറയുന്നത്? 1 + r ഹോൾ റേസ് ടു n. അങ്ങനെയെങ്കിൽ ആദ്യത്തെ വർഷത്തെ കണ്ടോളൂ. 1000 into 1 + r എത്രയാ? 1.08 ഹോൾ റേസ് ടു n 1. ആദ്യത്തെ വർഷത്തെ കിട്ടും ആ വാല്യൂ. ആദ്യത്തെ ഒന്നാമത്തെ എന്താ പറയാ? അതായത് മക്കളെ നമുക്ക് 5 വർഷത്തിന് ശേഷം ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ എന്താ കാണാൻ പോകുന്നത്? നമ്മള് വേർത്ത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യും കോമ്പൗണ്ടിങ്. ആദ്യത്തെ കോമ്പൗണ്ട് ചെയ്തു. രണ്ടാമത്തെ വർഷത്ത് 1000 തന്നെ നമ്മൾ ഇന്റർവെല്ലിൽ പേ ചെയ്യും ഇൻറ്റു 1.08. കോമ്പൗണ്ട് ചെയ്യുമ്പോൾ എത്ര വർഷമായി? 2.
മൂന്നാമത്തെ വർഷം നമ്മൾ 1000 പേ ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. എത്രയാണ് അതിന്റെ കോമ്പൗണ്ട്, ആ മൂന്നാമത്തെ വർഷത്തെ അതിന്റെ വാല്യൂ? അങ്ങനെ നാലാമത്തെ വർഷം 1000 എന്ത് ചെയ്യും? എത്രയാണ്? അഞ്ചാമത്തെ വർഷം 1000 ഇൻവെസ്റ്റ് ചെയ്യും. 1.08 ഹോൾ റേസ് ടു 5. ഒരു വാല്യൂ എനിക്കത് പറഞ്ഞു തരൂ. നല്ല ബുദ്ധിമുട്ടില്ലേ? ഒന്ന് വാല്യൂ പറഞ്ഞു തരേ. ഞാൻ ഇവിടെ നേരെ ചെയ്യട്ടെ, അതായിരിക്കും ബെറ്റർ. ആദ്യത്തെ വർഷം മക്കളെ 1080 കിട്ടും. സെക്കൻഡ് ഇയർ 1166.4. തേർഡ് ഇയറിൽ 1259.71. ഫോർത്ത് ഇയറിൽ 1360.49. ഫിഫ്ത് ഇയറിൽ 1469.33. ഇതിന്റെ മൊത്തം വാല്യൂ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേർത്ത് കിട്ടും. വേർത്ത് കിട്ടുന്നുണ്ടായിരിക്കും 6335.93 ആയിരിക്കും. അതാണ് നമ്മൾ ഇപ്പം 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താലുള്ള 5 വർഷം കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ എന്ത് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ കോമ്പൗണ്ടിങ് ആണ് ഉദ്ദേശിച്ച എക്സാമിനർ. അത് മനസ്സിലാക്കാനാണ് പല കൂട്ടുകാർക്കും എന്ത് ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടായത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഉണ്ടോടാ? എന്തെന്നാ പറയുന്നത് ഇവരെ ഏതാണ്? ടു ദ നിയറസ്റ്റ് ഡോളർ. അങ്ങനെയെങ്കിൽ നിയറസ്റ്റ് ഡോളർ ഏതാ മക്കളെ? 6336. കുറച്ചൊരു അടിയിലത്തെ BBPയിലെ എല്ലാ ക്വസ്റ്റ്യനും എൻഡിലേക്ക് വരുമ്പോ എന്താണ് മച്ച് ഡിഫിക്കൽട്ട് ആണ് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലാസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. The discounted value of a capital investment project are shown on the following chart. NPV തന്നിട്ടുണ്ട്, എന്ത് തന്നിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു ദ എബോവ് ചാർട്ട് ട്രൂ ഓർ ഫാൾസ്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 1,20,000 ആണ്. അത് NPV ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റ്. IRR പ്രൊജക്ടിൻ്റെത് 50% ആണെന്ന് മക്കളെ. 50% ആണോ? NPV 0 ആവുന്ന പോയിന്റിൽ IRR എത്രയാ വരുന്നത്? ഇവിടെ 12 അങ്ങനെ എന്തോന്നാ വരുന്നത്. അപ്പൊ 15 ആണോ? അല്ല. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ഫാൾസ്.